3 ദിവസമായി തിരൂരിൽ സംഘടിപ്പിച്ച കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി വിരുദ്ധ നിലപാടുകൾ തിരുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനത്തിൽ പൊതു ചർച്ച നടന്നു. ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി ബഹാദൂർ ഷാ കടലുണ്ടി മറുപടി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി പി സൈതാലിക്കുട്ടി ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സംസാരിച്ചു. ശേഷം പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. സമ്മേളന ഭാഗമായി തിരൂർ റിംഗ് റോഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു. ലാല ഹർദയാൽ നഗറിൽ നടന്ന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വന്ദേമാതരം ആകെ എടുത്താൽ മതനിരപേക്ഷതയ്ക്ക് നിരക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ വന്ദേമാതരം ആകെ ചൊല്ലേണ്ടതില്ല. വന്ദേമാതരത്തിന്റെ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലാൻ. ഇതാണ് രാജ്യം അംഗീകരിച്ച നയം. പക്ഷേ അവിടത്തെ നിരുന്നപ്പോൾ കണ്ടത് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നു. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുക എന്നത് RSSന്റെ നയമാണ്. RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇതിന് ശക്തമായ എതിർപ്പുയർന്നു, വിമർശനമുയർന്നു. ഇപ്പോ വീണ്ടും വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് താഴോട്ട് സർക്കുലർ അയച്ചു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ആരുടെ നിലപാടാണ്? നമ്മുടെ രാജ്യം അത് അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടി അത് അംഗീകരിക്കുന്നില്ല. എന്തിനാണ് RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്നത്? RSSന്റെ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിപ്പിടി സമ്പാദിക്കാൻ നോക്കുക. ഇനിയും ദിവസമുണ്ട്. അടിയന്തരമായി ഇടപെടണം. നിരഭിമാനം കാണിക്കരുത്. ഇത് മതനിരപേക്ഷത പ്രശ്നമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടുകളെ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കാവൂ. സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് അധ്യക്ഷനായി. കെ വി അബ്ദുൽ ഖാദർ, VP അനിൽ എന്നിവർ സംസാരിച്ചു. അക്ബർ ട്രാവൽസ് MD ഡോക്ടർ അബ്ദുൽ നാസറിനെയും ഖത്തറിലെ വ്യവസായി കല്ലൻ ഉസ്മാനെയും പിണറായി വിജയൻ ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി ബഹാദൂർ ഷാ കടലുണ്ടി സ്വാഗതവും ജില്ലാ സെക്രട്ടറി VK റൌഫ് നന്ദിയും പറഞ്ഞു. സജീവ് തൈക്കാട്, നന്ദിനി മോഹനൻ, KK പ്രീതി, CK കൃഷ്ണദാസ്, CP റസാഖ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂർ.